ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണിക്കാൻ പറ്റില്ല, ഫുൾ അലങ്കോലമായിട്ടുള്ള വീടൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ വെൽക്കം ടു ഭൂതം വ്ളോഗ്. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ കുളിച്ച് നല്ല സെറ്റപ്പായി കുളിച്ചിട്ടുണ്ടല്ലേ, നല്ല സെറ്റപ്പ് ആയിട്ട് ഒന്ന് പുറത്ത് പോകണം നമുക്ക് ടൗൺ സെൻറ്ററിൽ. ഒന്നുമില്ല, വെറുതെ ഒന്ന് ഒരു ഓഫ് ഡേ ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് നമ്മളിന്നൊരു മീറ്റപ്പിന് പോകുന്നുണ്ട്. നമ്മളെ ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പ് നടക്കുന്നുണ്ട് ലണ്ടനിൽ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 11-12 മണിക്കാണ് ട്രെയിന്. അപ്പോൾ ഇപ്പോൾ സമയം 9 മണി ആയിട്ടുള്ളപ്പോൾ നമുക്ക് പോയി കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് വിട്ടാലോ? കമോൺ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കാര്യമായിട്ട് പോകുന്നത്, എനിക്ക് വോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ഓൺലൈൻ ഡ്രസ്സിങ് ഷോപ്പാണ്. ഷോപ്പ് മീൻസ് ഇൻസ്റ്റഗ്രാം പേജാണ്. അപ്പോൾ അവൾ ഞാൻ കുറച്ചായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അവൾ എനിക്ക് ഒരു ഡ്രസ്സ് അയച്ചു തന്നായിരുന്നു. അപ്പോൾ ഞാനതിൽ പിക്കൊക്കെ എടുത്ത്, അപ്പോൾ രണ്ടാമത്തെ ഡ്രസ്സ് ഈ പരിപാടിൻ്റെ ഡ്രസ്സ് അവൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതുവരെ അത് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെറുതെ പ്രൈമാർക്ക് പോയിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് വെക്കാം, അഥവാ ഇനി വന്നിട്ടില്ലെങ്കിൽ. കാര്യം ഇനി ആകെ ഇപ്പോൾ 9 മണി 10 മണിക്ക് 10-12 ആകെ 3 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ മൂഞ്ചി പോലെ. അതുകൊണ്ട് നമുക്ക് പോയിട്ട് പ്രൈമാർക്കിൽ നിന്നൊരു ഡ്രസ്സൊക്കെ നോക്കാം. അപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഇല്ലെങ്കിൽ അപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കഴിച്ചെന്ന് നല്ല തിരക്കുണ്ട്, ചുറ്റും ആൾക്കാരാണ്, പിന്നെ കുറേ മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം സമ്മർ കളക്ഷൻസാണ് ഇവിടെ ഉണ്ടാവുക. കഴിച്ച് അപ്പം ഞാൻ ഈ ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഷർട്ട് നല്ല ഡ്രസ്സില്ല, ഷർട്ട് എക്സലൊന്നും വേണ്ട, നമുക്ക് ഒരു വൈറ്റ് പാൻറ്റും ഒരു റെഡ് സാധനം ഇട്ടാൽ നൈസായിരിക്കും അല്ലേ. അപ്പോൾ കുറേ സെറ്റപ്സൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒന്നും അങ്ങനെ ഇടാറില്ല. അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റേഴ്സ് മീറ്റപ്പിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ ട്രെയിനിന് ടൈമായി, ഞാൻ ഓടുകയാണ്. അപ്പോൾ നമുക്ക് ലണ്ടനിലെത്തിയിട്ട് കാണാം. നമ്മൾ ലണ്ടനിലെത്തി ഫുഡ് കഴിക്കാണ്. അപ്പോൾ പോപ്പോയ്സ് എന്നാണ് ഫുഡ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സാൻഡ്വിച്ച് കുറവിലുണ്ട്, അതൊന്ന് നോക്കാൻ വേണ്ടി പോയിട്ടുള്ള. അപ്പോൾ നമ്മളിതാ പണ്ടത്തെ സ്ട്രാറ്റ്ഫോർഡ് മെമ്മറീസൊക്കെ ഇങ്ങനെ വരുന്നതാണ്. ഇവിടെ വന്നിരുന്നിട്ടൊക്കെയാണ് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി പാർക്കിംഗ് വരെ പോകണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇനി ഡ്രസ്സ് മാറ്റും. കാര്യം ഇത് എനിക്ക് വോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജ് അല്ല അവരയച്ചു തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ട്രൗസർ കുറച്ച് ലൂസായിട്ട് ഞാൻ വേറെ ഇട്ടു. അപ്പോൾ ഇതും തമ്മിൽ ഭയങ്കര കോൺട്രാസ്റ്റ്, പുറത്തുനിന്ന് ഭയങ്കര ചേഞ്ചസ് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഡ്രസ്സ് എന്തായാലും എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഡ്രസ്സ് മാറും. അപ്പം നമ്മളിങ്ങനെ ട്രെയിനിൽ പാർക്കിങ്ങിലൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഈ ട്രെയിൻ ഇങ്ങനെ നമ്മൾ കമ്പിൽ ചാടുന്നൊരു ഇടക്കിടക്ക് കുടു എന്നുള്ള ട്രെയിൻ. ഈ ട്രെയിനിൽ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതിൻ്റെ വെൻഡിങ് മെഷീനിൽ നിന്ന് ഒരു പുതിയ കോസ്മെറ്റിക്സ് ഒക്കെ എടുത്ത്, അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര ഇങ്ങനെ എക്സൈറ്റഡ് ആണ്. കുറേ പുതിയ ആൾക്കാരല്ലേ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഇത്രയും കാലം സോഷ്യൽ മീഡിയാസിൽ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാർ നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ലെഫ്റ്റ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പാർക്കിംഗ് റിവർ സൈഡ് എത്തി. ഇനി ഇവിടെ നിന്നൊരു 6 മിനിറ്റ് പോക്കുണ്ട്. കായ്സ് അപ്പോൾ ഇവിടെയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല സ്ഥലം കേട്ടോ, ഒരു റിവറിൻ്റെ അടുത്തുള്ള നല്ലൊരു സെറ്റപ്പ്. എവിടെയും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ വരുന്നത്. അതെ അതല്ലേ. ഓ താങ്ക് യു. യെസ്, ഇവിടെ സി ബി തന്നെ, എല്ലാം സി ബി തന്നെ. നമ്മള് സി ബിനെ കാണാൻ വേണ്ടിയാണ്. എന്തൊരു സുഖമല്ലേ നമ്മളെ കണ്ട ഗൈസ്. ഇതാണ് നമ്മളെ സി ബി. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും കുറച്ച് പറഞ്ഞിട്ട് പറഞ്ഞു. ശരി, ആദ്യം എഴുതി തരണ്ടേ. ഇതാണ് നമ്മളെ സെറ്റപ്പ്. ഇതാണ് നമ്മളെ മീറ്റിങ്ങിൻ്റെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ എൻ്റെ ബാക്കിൽ നല്ലൊരു അടിപൊളി പാർക്കിംഗ് റിവർ സൈഡാണ്. അപ്പോൾ ഇത് റിവർ സൈഡിനോട് ചേർന്നിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇത് കണ്ടോ,
ഇവിടെ ഒരു ടെൻറ്റ് പോലത്തെ ഒരു സെറ്റപ്പിൻ്റെ ഉള്ളിലാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാൻ. ഭയങ്കര പീസ് ആൻഡ് കാമായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ ഇരുന്ന് ഫുഡ് എനിക്ക് തോന്നുന്നത് റെസ്റ്റോറൻറ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു. കാര്യം ഇവിടെ ഇങ്ങനെ കുറേ ടേബിൾസും അല്ല അത് റെസ്റ്റോറൻറ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ, അറിയില്ല ഇതെന്താണെന്ന്. നമുക്ക് സീബിനോട് വിശദമായി ചോദിക്കാം. കേസൊക്കെ കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വന്ന് തുടങ്ങി. കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഷോർട്ടായിട്ട് ഇടാം. ഇങ്ങനെ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടി. കണ്ടോ ഗൈസ്, ചേട്ടൻ ചേച്ചിയൊക്കെ ഉണ്ട്. അവരുടെ അടുത്തൊക്കെ പരിചയപ്പെട്ടു. അവർ തലശ്ശേരിയാന്നൊക്കെ പറഞ്ഞു. അതിവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. നൈസ്. Design, web development. There is a list of services that they provide. അതിലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രസന്റേഷൻ തന്നെ വരുന്നുണ്ട്. കഴിച്ചപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. എല്ലാവരും ഉണ്ട്. ബിരിയാണി ഉണ്ട്. ബിരിയാണി വ്ളോഗുണ്ടോ? ഞാൻ ശ്രീലക്ഷ്മി നീരജ് ഉണ്ട്. നീരജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇതാണ് നമ്മുടെ നീരജ്. എല്ലാവർക്കും അറിയാലോ. തിന്നാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മളെ ധന്യ ചേച്ചിയാണ്. പക്ഷെ ചേച്ചി എന്ന് വിളിക്കാൻ പാടില്ല. ധന്യ വെറും തന്നെയാണ്. അപ്പം നമ്മൾ സന്തൂർ മമ്മിയാണ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഒരാളിവിടെ വെയിറ്റ് ചെയ്തിരിക്കും. ഇവളാണ് ഫുഡ്. അടുത്താണോ ഒന്ന് ഫുഡി വേറെ ആരുമില്ല. നമ്മൾ മാത്രമേ ഫുഡ് കഴിക്കാൻ. കുറേ ഫുഡൊക്കെ ഉണ്ട്. എല്ലാവരും ഈഗേർലി വെയിറ്റിംഗ് ഫോർ ഫുഡ്. കണ്ട് ഞങ്ങൾ കണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഫുഡൊക്കെ? അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? പേഴ്സണലി അൽസീയത്തിലെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുബിയ മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടം. അന്ന് ഞാൻ പോയപ്പോഴും ഒരുപാട് കഴിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പം എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു കഴിക്കാൻ പറ്റുന്നത്. അങ്ങനെ പറയല്ലേ, പ്ലേറ്റ് കണ്ട. അടുത്ത നമുക്ക് ലിൻഡു ചേച്ചിനെ കിട്ടിയിട്ടുണ്ട്. ഹായ് പറയണം. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒരു ഹായ് പറയണം. എല്ലാവരോടും ഹായ്. സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും ട്രിപ്പ് കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് കോസ്റ്റ്യൂം വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ലവിക്കുട്ടിനെ ചോദിച്ചു നമുക്ക് ലവിക്കുട്ടിനെ കാണാൻ എൻ്റെ വിശേഷം ഒന്നും അറിയണ്ട. എല്ലാവരും ലവിയാണ് ചോദിച്ചിരിക്കുന്നത്. ലവി വരുന്നതാണ് ഗൈസ്. ഓൺലി വെയിലാണ്. ലവിനെ കാണാം ഗൈസ്. അപ്പോൾ ചേച്ചിനെ കാണാൻ പറ്റിയ ഭയങ്കര സന്തോഷം. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. മിസ് ചെയ്യാം. ഞാൻ ചേച്ചിന്റെ ഫോട്ടോസ് വീഡിയോ ഇട്ടില്ല. ഞാൻ അത്ര യൂട്യൂബ് ചെയ്യുന്നില്ല. സമയം കിട്ടുന്നില്ല സാർ. അതാണ് ഗൈസ്. അപ്പം നമുക്ക് ബൈ കാണാം. വന്നിരിക്കുകയാണ് പാവം. അതിനെല്ലാവരും കണ്ടിട്ട് ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട്. പരിപാടിയൊക്കെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു. കുറേ ആൾക്കാരെ കണ്ട്, കുറേ ആൾക്കാരെ പരിചയപ്പെട്ട്, പിന്നെ മുന്നേ കണ്ട് കുറേ ആൾക്കാരെ നേരിട്ട് കാണാൻ പറ്റി. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നടന്നിട്ട് ഞാൻ കഥച്ചു പോയി ഗൈസ്.
അപ്പോൾ ലിൻഡു ചേച്ചിനെ കണ്ട്, അനൂപേട്ടനെ കണ്ട്, ലക്ഷ്മി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ധന്യേച്ചി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ സമയം ഒരു 9:30 അങ്ങനെ തിരിച്ച് നമ്മൾ ഇപ്സിച്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ് ഗൈസ്. അടുത്ത വ്ളോഗായിട്ട് കാണുന്നത് ബൈ.